നമസ്കാരം സുഹൃത്തുക്കളെ. എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എന്റേതാണ്, എന്റെ ഫോട്ടോയാണ്. ഞാൻ സിനിമയ്ക്ക് പോയപ്പോൾ റിവ്യൂ കൊടുത്തതാണ്. അത് പക്ഷെ ആ ആവേശത്തിന്റെ പുറത്ത് എന്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ അറിയാതെ അത് പറഞ്ഞുപോയി. ആ ചാനലുകാർ റിവ്യൂ എടുക്കുന്നവർ നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ആ ചാനലുകാരിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനും ആ ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. അതൊരിക്കലും മോദിജിയെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും രാജ്യത്തിന് ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല. എനിക്കത് അറിയത്തില്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലാവുള്ള ഞാൻ എന്താ ചെയ്തതെന്ന് എന്തോ പറഞ്ഞതെന്നോ. ഞാൻ ആത്മാർത്ഥമായിട്ട് മോദി സർക്കാരിനോടും എല്ലാവരോടും BJP-ക്കാരോടും അല്ല, എനിക്ക് പാർട്ടി ബേസ് ഒന്നും എനിക്കറിയത്തില്ല. ഞാനൊരു പാർട്ടിയിലും അല്ല. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അബദ്ധം എന്ന് പറയുമ്പോൾ ഒരു പൊട്ടത്തരം പറ്റിപ്പോയതാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയാവുകയാണ്. എനിക്ക് ആരോട് സംസാരിക്കാൻ തോന്നുന്നില്ല. എനിക്ക് ആരോട് സംസാരിക്കേണ്ടതെന്നോ പറയേണ്ടതെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോ റൂമിൽ തന്നെ റൂമിൽ അടച്ചിരിക്കുക. ഞാനിപ്പോ 2 ദിവസമായി ഫുഡ് കഴിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളെല്ലാരും ഇത് എന്താ എത്തിക്കേണ്ടവരിൽ എത്തിക്കാം. അത് വൈറലാക്കിയതുപോലെ തന്നെ ഇതും പറയുക. കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, ഒരിക്കലും അല്ല. ഞാൻ സത്യമായിട്ടും പറയുക, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല. എന്റെ പൊട്ട ബുദ്ധിക്ക് ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അറിയാതെ പറഞ്ഞതാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു മോളെ പോലെ കരുതി, അല്ലെങ്കിൽ നിങ്ങളൊരു സഹോദരിയെ പോലെ കരുതിയിട്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ പറഞ്ഞതാണ്. സത്യസന്ധമായിട്ട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഒരു തോക്ക് കിട്ടിയാൽ നരേന്ദ്രമോദിയെ വെടിവെക്കും എന്ന് പറഞ്ഞ ആ സ്ത്രീയാണ്. അതിനുശേഷം എല്ലാവരും അന്വേഷിക്കുകയാണ് ഈ സ്ത്രീ എവിടെ, ഇവരുടെ വീട് എവിടെ, ഇവരുടെ സ്ഥലം എവിടെ എന്നതൊക്കെ. ഒരുപാട് കേസൊക്കെ അവർക്കെതിരെ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു വ്യക്തിയുടെ മുഖം മാത്രം മതി ആ ആളെ തപ്പിയെടുക്കാൻ. പോലീസിന് വലിയ പ്രയാസമൊന്നുമില്ല. അവർ കുടുങ്ങും എന്ന കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ ആ വീഡിയോ, അതായത് ഇവർ നരേന്ദ്രമോദിയെ വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ഒരു ന്യൂസായിട്ട് തന്നെ എടുത്തിരുന്നു. പക്ഷേ ആ വാർത്ത കണ്ടവർക്കറിയാം, അത് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. അവർക്കെതിരെ ഒരു നടപടിയും ഇവിടുത്തെ നിയമമോ പോലീസോ അല്ലെങ്കിൽ സംഘികളോ ഒന്നും ഒരു പുൽക്കൊടി കൊണ്ടുപോലും അവരെ ഉപദ്രവിച്ചില്ല എങ്കിൽ കൂടിയും അവരുടെ ശിഷ്ടകാലം വളരെ നരകതുല്യമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, റൂമിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രമാത്രം ഭയന്നിരിക്കുകയാണ് ഈ സ്ത്രീ. ശരിക്കും ആ സ്ത്രീ പെട്ടുപോയതാണ്. അത് ഒരുപക്ഷെ നിങ്ങൾക്കത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്തേ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന തരത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. സംഗതി എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് നടന്നത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരൊരു സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങിയതാണ്. വിജയുടെ ജനനായകനോ മറ്റോ ആണ്. വലിയ ആരാധകയാണ് വിജയ് എന്ന നടനെ. അപ്പോൾ ഒരു യൂട്യൂബറോ മറ്റോ ഇവരുടെ ചെന്ന് ആ സിനിമയെ പറ്റിയുള്ള റിവ്യൂ ചോദിക്കുകയോ മറ്റോ എന്തോ ആണ്. ക്യാമറയൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ആ സിനിമയ്ക്കകത്ത് ഏതോ ഒരു മന്ത്രി മോശം കഥാപാത്രമായിരിക്കും, ആ മന്ത്രിയെ വെടിവെക്കുന്നതൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. അങ്ങനെ ഉള്ള കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം നരേന്ദ്രമോദിയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദ്യത്തിന് ഉത്തരമാണ് അവർ പറഞ്ഞത്. പക്ഷേ ആ സാധനം മാത്രം എടുത്ത് കട്ടിയിട്ടാണ് ഇതത്ര വൈറലായത്. സംഗതി അവരുടെ കയ്യിൽ നിന്ന് പോയി. കാരണം ഒരു തോക്ക് കിട്ടിയാൽ നരേന്ദ്രമോദിയെ കൊല്ലുമെന്ന് പറഞ്ഞ ഭാഗം മാത്രമാണ് ഞാനും നിങ്ങളും എല്ലാവരും കണ്ടത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ അങ്ങനെ ഒരു പരാമർശം വന്നു കഴിഞ്ഞപ്പോൾ അത് നടത്തിയത് ആരാണെങ്കിലും അവർക്കെതിരെ ജനരോഷം ഉണ്ടാവും, കേസുണ്ടാവും, നടപടിയൊക്കെ ഉണ്ടാവും. പക്ഷേ ആ സ്ത്രീ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വിറച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ മാർഗ്ഗമില്ല. ഇനിയിപ്പോൾ ഇവർ പോയി സാഷ്ടാംഗം നമസ്കരിച്ച് മാപ്പ് പറഞ്ഞ് ഒരുപക്ഷെ കേസ് കൊടുത്തവർക്ക് തന്നെ വല്ല മനസ്സിലും തോന്നി ഇവരെ വെറുതെ വിട്ടു എന്ന് തന്നെ കരുതുക. പക്ഷേ അപ്പോഴും പ്രശ്നമാണ്. ഇവർ എവിടെ പോയാലും ആ സ്ത്രീയാണ് നരേന്ദ്രമോദിയെ വെടിവെക്കുമെന്ന് പറഞ്ഞ്, പ്രധാനമന്ത്രിയെ വെടിവെക്കുമെന്ന് പറഞ്ഞ് അവർ ഇനി ഒരുപക്ഷെ അവരുടെ ജീവിത അവസാനം വരെ അവരെ ഈ ഇത്തരം ചോദ്യങ്ങളും കമൻറ്റും ഒക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒരു നിമിഷം അവർ തന്നെ പറയുന്ന പോലെ ഒരു നിമിഷത്തെ ആവേശത്തിൽ, പൊട്ട ബുദ്ധിയിൽ. ഇപ്പോൾ അന്ന് അവർ പറഞ്ഞ വീഡിയോ ഇതാണ്. അവർ സന്തോഷിച്ച് ചിരിച്ചുല്ലസിച്ച് ആ സിനിമയെ പൊക്കിയടിച്ച് പറയുകയാണ്. അത് അവരുടെ ശരീരഭാഷ കണ്ടാൽ അറിയാം. വിജയുടെ വലിയ ആരാധകയാണ്. അപ്പോൾ ആ സിനിമയെ പൊക്കിയടിച്ച് പറഞ്ഞ കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഹാപ്പി മൂഡിൽ തന്നെ അങ്ങ് പറഞ്ഞു പോകുന്നത്. ഒരു തോക്ക് കിട്ടിയാൽ ഞാൻ നരേന്ദ്രമോദിയെ ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവരെ ആ രീതിയിലേക്ക് ആ യൂട്യൂബർ അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നവൻ എത്തിക്കുകയാണ് ചെയ്തത്. ശരിക്കും അങ്ങനെയുള്ളൊരു ചോദ്യം ഇട്ടുകൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് ഉത്തരം പറയിക്കുകയാണ്. വിജയുടെ സിനിമകളിലൊക്കെ നമുക്കറിയാം, അനീതിക്കെതിരെ പോരാടുന്ന നായകനായിട്ടായിരിക്കും അയാൾ എല്ലാ സിനിമയിലും അഭിനയിക്കുന്നത്. രക്ഷകൻ എന്ന പേരിലാണ് നമ്മൾ അയാളെ ട്രോളുകൾ പോലും ചെയ്യുന്നത്. പഞ്ചായത്ത് രക്ഷിക്കുന്നു, ജില്ല രക്ഷിക്കുന്നു, സംസ്ഥാനം രക്ഷിക്കുന്നു, രാജ്യം രക്ഷിക്കുന്നു തുടങ്ങിയ തരത്തിലുള്ള സിനിമകളാണ്. അതിലൊക്കെ വില്ലന്മാരൊക്കെ വലിയ ആളുകളായിരിക്കും. അതായത് ഒരുപാട് പണമുള്ളവരും വലിയ ഗുണ്ടാ സെറ്റപ്പുള്ളവരും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും മറ്റുമൊക്കെ ആയിരിക്കും. അങ്ങനെ എന്തോ ആണ് അതിലെ ഒരു മന്ത്രിക്കെതിരെ ഈ തോക്കെടുത്ത് വെടിവെക്കുന്നു മറ്റൊക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ നരേന്ദ്രമോദി ചെയ്താലും അത് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴുള്ള അതിന് കൊടുത്ത മറുപടിയാണ് അവർ കട്ട് ചെയ്തെടുത്ത് ഈ രീതിയിൽ പ്രചരിപ്പിക്കുകയും അവരുടെ ബാക്കി ജീവിതം, അവരുടെ മാത്രമല്ല അവരുമായിട്ട് ബന്ധമുള്ള എല്ലാവരുടെയും ജീവിതം, ഇപ്പോൾ അവരുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവ്, ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞാണ്, അവരുടെ മാതാപിതാക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, ഇവരൊക്കെ വേട്ടയാടപ്പെടും. കാരണം ആരും ഒന്നും ഉപദ്രവിക്കേണ്ട, പക്ഷേ എവിടെ പോയാലും തിരിച്ചറിയപ്പെടും. പ്രധാനമന്ത്രി വെടിവെക്കുമെന്ന് പറഞ്ഞ ആളല്ലേ എന്നൊരു ചോദ്യം അവർക്ക് നേരിടേണ്ടി വരും.
അത് അവരിലുണ്ടാക്കുന്ന മാനസികാഘാതം നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറമായിരിക്കും. അവർ തന്നെ പറഞ്ഞതുപോലെ ഒരു പൊട്ട ബുദ്ധിക്ക്, ഒരു സിനിമ റിവ്യൂ ചെയ്തപ്പോൾ പറ്റിയ പൊട്ട ബുദ്ധിക്ക് പറഞ്ഞു പോയതാണ്. ഒരുപക്ഷേ അവർക്ക് യാതൊരു രാഷ്ട്രീയം ഉണ്ടായിരിക്കില്ല. സിനിമയൊക്കെ കണ്ടു കിടക്കുന്ന, നമുക്കറിയാം വിജയുടെയൊക്കെ സിനിമ കണ്ടു കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ മാത്രമാണ് അതിനൊരു രാഷ്ട്രീയ മാനം വന്നത്. അതിനു മുമ്പ് പല രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ടുള്ളവരൊക്കെ അയാളുടെ ഡൈഹാർഡ് ഫാനായിട്ട് ഉള്ള ആളുകളുണ്ട്, ആണും പെണ്ണും അടക്കമുള്ളവർ. അതുപോലെ ഏതോ ഒരു ആരാധികയാണ് ആ സിനിമയെപ്പറ്റി പറഞ്ഞു വന്നപ്പോൾ പെട്ടുപോയതാണ്. പക്ഷേ പറഞ്ഞത് പൊറുക്കാനാവാത്ത ഒരു തെറ്റ് തന്നെയാണ്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെ തൊക്ക് കിട്ടിയവരെ ചൊല്ലും എന്ന് പറയാൻ പാടില്ല ആരാണെങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നടപടി ഉണ്ടാവും. ഒരുപക്ഷേ എൻ്റെ ഒരു ആഗ്രഹം അവരെ വെറുതെ വിടുക. കാരണം അവരെ പിടിച്ച് ശിക്ഷിച്ചിട്ടും കാര്യമില്ല. അവർ പുറത്താണെങ്കിലും അകത്താണെങ്കിലും അവർ അതിനുള്ള മാനസിക സമ്മർദ്ദം, ആ വിഷമം അവർ അനുഭവിക്കും. ഇനി ഈ സത്യാവസ്ഥ ആളുകൾ അറിഞ്ഞാലും ശരി, ഒരുപാട് ആളുകൾ ഇനിയും അവരെ തിരിച്ചറിയുകയും ഇത്തരം കാര്യങ്ങൾ ചോദിക്കുകയും അവരുടെ കുടുംബത്തിന് തന്നെ മുന്നോട്ടുള്ള ജീവിതം വലിയ ദുരിതമാവുകയും ചെയ്യും. അവർ കടുകയൊന്നും ചെയ്യാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇതിന് ഒന്നും പറയാനില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് തമാശയായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒരു ചാനൽ മൈക്കിൻ്റെ മുന്നിൽ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം ഒരൊറ്റ സെക്കൻഡ് കൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്നത്. അതൊരു പക്ഷേ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ വലിയ ആഴക്കയത്തിലേക്ക് നിങ്ങളെ വലിച്ചെറിഞ്ഞേക്കാം. ഒരുപാട് സൂക്ഷിക്കണം.